ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ ഡിവൈൻ വോയ്സ് ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ശുശ്രൂഷാ നിമിഷങ്ങളിൽ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചു തരുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ഓരോ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ, ഇവരായിരിക്കുന്ന ഇടങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാം അറിയുന്നവനും എല്ലാറ്റിനെയും സംരക്ഷിച്ച് പരിപാലിക്കുന്നവനുമാണല്ലോ. ആ ബോധ്യം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമേ. ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിലൂടെ ഈ മക്കൾ കടന്നു പോകുമ്പോൾ അവിടെയൊന്നും നിരാശരാകാതെ അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് അങ്ങയുടെ സംരക്ഷണം ഏറ്റുവാങ്ങുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും മക്കളിൽ നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ നിരാശയെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. പലപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ പലയിടങ്ങളിൽ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ദൈവ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. അത് ദൈവത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്കാണ് ആ സംരക്ഷണം ലഭിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ 121 അധ്യായത്തിൻ്റെ 7 തിരുവചനത്തിൽ നമ്മളെ വചനവിപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ രക്ഷിക്കും. ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് നേരെ കടന്നു വരാറുണ്ട്. നിങ്ങളുടെയൊക്കെ അനുദിന ജീവിതത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാറില്ലേ? രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതൽ നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരും സങ്കടത്തിൽ കഴിയണമെന്നല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും വേദനയിൽ കഴിയണമെന്നുള്ളതല്ല നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ഈശോയുടെ സന്തോഷം. നമ്മുടെ സമാധാനമാണ് ഈശോയുടെ സമാധാനം. നമ്മൾ ഓരോരുത്തരും ഉന്നതിയിലും ഉയർച്ചയിലും ജീവിക്കണമെന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, സകല തിന്മകളിൽ നിന്ന് അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ രക്ഷിക്കും. വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് അവിടുത്തെ സംരക്ഷണം. സങ്കീർത്തകൻ ഈ വചനം നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ സങ്കീർത്തകൻ്റെ ഒരു ഉറപ്പാണ് ദൈവം കാത്തുകൊള്ളുമെന്നും ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ് എന്നും. ഈ ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ജീവിക്കേണ്ടവരല്ല, പരാജയത്തിൽ ജീവിക്കേണ്ടവരല്ല. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്താൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും നേടിയെടുക്കാനായിട്ട് പറ്റും. അത് ദൈവത്തെ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് ഈ സംരക്ഷണം ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ
ഞങ്ങളുടെ മൈസൂരുള്ള ഹൗസിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ ചെറുപുഷ്പ സഭാംഗമാണ്, CST സഭാംഗമാണ്. ഞങ്ങളുടെ മൈസൂരുള്ള ആശ്രമത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറേ സ്ഥലമുണ്ട്. ഒരു ഉള്ളേരിയയാണ്. അവിടെ ഒത്തിരി സ്ഥലം ഞങ്ങൾക്കുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് പാമ്പിനെയാണ്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെയൊന്നും നിൽക്കുകയില്ല. എന്നാൽ ഈ സ്ഥലത്ത് ധാരാളം പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. നല്ല മൂർഖനും അങ്ങനെ വലിയ പാമ്പുകളൊക്കെ അവിടെ വരും. ഞാൻ മാക്സിമം ഇതിനെ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വന്നു. ഞങ്ങൾക്ക് അവിടെ ദിവസത്തിൽ 8 മണിക്കൂറേ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പകല് 4 മണിക്കൂറും രാത്രിയിൽ 4 മണിക്കൂറും. അപ്പം പകല് കറണ്ട് വരുമ്പോൾ ജലം അടിക്കണം, മോട്ടറടിച്ച് വെള്ളം ടാങ്കിൽ നിറയ്ക്കണം. അപ്പം കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചാപ്പലിൽ നിന്ന് മോട്ടറടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടത്തിലുണ്ടായിരുന്ന അച്ഛനും പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനിരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ മോട്ടർ അടിച്ചോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരികെ കയറി ചാപ്പലിലിരുന്ന് പ്രാർത്ഥന തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉച്ചത്തിൽ എന്നെ വിളിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പുറത്തേക്ക് അച്ഛൻ ഇറങ്ങി വരണ്ട, ഒരു വടിയൊന്ന് ഉള്ളിൽ നിന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവിടെ എല്ലാം തപ്പി, പക്ഷെ ആ പാമ്പിനെ കണ്ടില്ല. പാമ്പ് പുറത്തേക്ക് പോയി. അച്ഛൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു പാട്ടൊക്കെ പാടി ഈ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ചാടിയാണ് മോട്ടർ അടിക്കാനായിട്ട് പോകുന്നത്. മോട്ടർ അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ സ്റ്റെപ്പിൽ ഒരു 8 അടി നീളമുള്ള വലിയൊരു മൂർഖൻ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ അതിൻ്റെ മേലെ ചാടിപ്പോയത് കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടത്. അച്ഛന് ഭയമില്ലാത്ത ഒരാൾ, പാമ്പിനെയൊക്കെ നല്ല പേടിയില്ലാത്ത ഒരാളായതുകൊണ്ട് അച്ഛന് കുഴപ്പമുണ്ടായില്ല. എന്നാൽ ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് ചാടിപ്പോവില്ല. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയേ പോവുള്ളൂ. മിക്കവാറും സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാമ്പിനെ ചവിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അന്ന് കർത്താവ് എന്നെ മുറിക്ക് പുറത്തേക്ക് ഇറക്കിയില്ല. കർത്താവിന് മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വലിയ സംരക്ഷണം നൽകുകയാണ്. അതിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അവിടെ പേടിച്ചു വീഴും. കാരണം അത്രയും വലിയൊരു മുറുകൻ. അച്ഛൻ ഫോട്ടോയൊക്കെ എടുത്ത് എന്നെ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത, എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ, ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം, ഉറപ്പ് നമുക്കുണ്ടാവണം. എപ്പോഴും വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് മറക്കരുതേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ 91-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവ് നൽകുന്ന ഉറപ്പാ. നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നമ്മുടെ വീടിനെ പോലും വരുത്താനായിട്ട് അവിടുന്ന് അനുവദിക്കുകയല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും അവിടുന്ന് അറിയുന്നുണ്ട് എന്നും അവിടുന്ന് എല്ലാം കാണുന്നുണ്ട് എന്നും അവിടുന്ന് നന്മ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എന്നും ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ യാഥാർത്ഥ്യമായിട്ട് തീരും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ബോധ്യം ആവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് ഈ ദൈവ സംരക്ഷണം ലഭിക്കണം.
നമ്മുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ കൺമുൻപിൽ വരുന്ന എന്തൊക്കെയാ? നമ്മുടെ ജീവിതത്തിന് എന്ത് സംരക്ഷണമാണ് ഈ ലോകത്തിലുള്ളത്? നമ്മുടെ മക്കളുടെ മുൻപിൽ എന്ത് സംരക്ഷണമാണ് ഈ ലോകത്തിലുള്ളത്? നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ മയക്കുമരുന്നൊക്കെ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച്. അത് കൊച്ചു പിള്ളേരടക്കം ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല, ഒരു സംരക്ഷണം ഈ ലോകത്തിൽ നിന്ന് ലഭിക്കില്ല. നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യം. അതിന് വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും ദൈവത്തെ വിളിക്കണം പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ. ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിരിക്കണമെന്നൊന്നുമില്ല, എല്ലാം ഭംഗിയായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ പോലും ചിലപ്പോൾ രോഗങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാം, പ്രതിസന്ധികൾ നമുക്കുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സങ്കടങ്ങളും ഉണ്ടാവാം. കുടുംബത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളി നമുക്ക് എതിരായിരിക്കാം, മക്കൾ നമുക്ക് എതിരായിരിക്കാം, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കാം, ജോലി മേഖലയിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പഠിച്ചിട്ട് ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ നൊമ്പരം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾക്ക് നടുവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണ്. ഈ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പ് എപ്പോഴും കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ഈ ഉറപ്പില്ല. ദൈവം ഉണ്ടെന്ന് നമുക്കറിയാം, ദൈവമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് പോലും എനിക്ക് നന്മ നൽകുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചഞ്ചലപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ ചഞ്ചലിക്കരുത്. ഹൃദയത്തിന് ഉറപ്പുണ്ടായിരിക്കണം. ആ ഉറപ്പിൽ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ ഓർത്തിരിക്കണം. എൻ്റെ ചങ്കിൽ ഈ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ കാണുന്നുണ്ട്, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ എങ്ങനെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റും? ദൈവത്തിന് നമ്മളെ ഈ ഉറപ്പുള്ളവനെ ദൈവം കൈവിടുകയില്ല എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരുള്ള ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വയനാട്ടിൽ കൽപ്പറ്റയിൽ ഒരു ഇടവക ധ്യാനത്തിനായിട്ട് പോവുകയാണ്. ഞാനും എൻ്റെ പാട്ടുകാരനും കൂടി പോവുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ പോകുമ്പോൾ വാഹനത്തിൽ ഡിക്കിയിലാണ് ഓർഗണും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വെക്കാറ്. അപ്പം അതുപോലെ പാട്ടുകാരൻ ഓർഗണും പായ്ക്കും എല്ലാം എടുത്ത് ഡിക്കിയിൽ വെക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇന്ന് ഈ ഓർഗൺ ഡിക്കിയിൽ വെക്കണ്ട, അത് സീറ്റിൽ വെച്ചോ, നമ്മൾ 2 പേരുമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ടുകാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പുറകെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം. അപ്പോൾ അച്ഛൻ മുമ്പിലിരുന്നു, ഓർഗൺ പുറകെ വെച്ചാൽ പോരെ. സാധാരണഗതിയിൽ അങ്ങനെയാണ് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, വേണ്ട, ഓർഗൺ സീറ്റിൽ വെച്ചാൽ മതി, പുറകിലത്തെ സീറ്റിൽ വെച്ചാൽ മതി. അങ്ങനെ പുറകിലത്തെ സീറ്റിൽ അവനെ കൊണ്ട് ഓർഗണൊക്കെ വെച്ച് ബാഗൊക്കെ അവിടെ വെച്ചു. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. മാണ്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, മുൻപിൽ പോയ 3-4 വാഹനങ്ങളുണ്ട്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ബ്രേക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. പുറകിൽ വന്ന ആൾ ബ്രേക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, എനിക്കിട്ട് നേരെ ഇടിച്ചു. എൻ്റെ വണ്ടിയുടെ ബാക്കി മുഴുവനും തകർന്നുപോയി. പക്ഷേ ഫ്രണ്ടിലിരുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത്, അന്ന് സാധാരണ പോലെ ഓർഗണും ഞങ്ങളുടെ ബാഗെല്ലാം
ഡിക്കിയിൽ വെച്ചിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയേനെ. 1-2 ലക്ഷം രൂപയുടെ ഓർഗൻ നഷ്ടപ്പെട്ടു പോയേനെ, അത് നശിച്ചു പോയേനെ. കാരണം ആ വണ്ടി ഇടിച്ച് ഡിക്കി മുഴുവനും തകർന്നുപോയി. ദൈവത്തിൻ്റെ സംരക്ഷണം ഇവിടെ കാണുന്നത്. പ്രാർത്ഥനയോടെ നമ്മൾ നടക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ സംരക്ഷണത്തിൻ്റെ ചിന്തകൾ നൽകും. എപ്പോഴും ദൈവ ഓർമ്മയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദൈവം പല വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരുക്കം നടത്തും. അതിനുള്ള വഴികൾ അവിടെ നമുക്ക് പറഞ്ഞു തരുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് അബ്രാഹത്തോട് പറയുന്നില്ലേ, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം അബ്രാഹത്തോട് പറയുന്നത്, നിന്റെ ബന്ധുജനത്തെയും നിന്റെ ഭവനത്തെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. നിന്റെ സുരക്ഷിതത്വത്തെ വിടാനായിട്ട് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ്. അബ്രാഹത്തിന് അറിയില്ലാത്ത വഴിയിലൂടെ നടക്കാനായിട്ട്, അബ്രാഹത്തിന് ഒരു പരിചയവുമില്ലാത്ത ദേശത്തേക്ക് പോകാനായിട്ട് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ്. അബ്രാഹം ദൈവത്തിൻ്റെ കരം പിടിക്കുകയാണ്. അറിയില്ലാത്ത വഴിയിലേക്ക്, പരിചയമില്ലാത്ത ദേശത്തേക്ക് അബ്രാഹം ദൈവത്തിൻ്റെ കരം പിടിച്ച് ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അബ്രാഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ ദൈവം അവനായി എല്ലാം ഒരുക്കി നൽകുന്നതും അവനെ സംരക്ഷിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞു പോലും ഇല്ലാത്തവനെ ഒരു ജനതയാക്കുമെന്ന് ദൈവം പറയുമ്പോൾ ഒരുപക്ഷെ അവന് അവിശ്വസിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം അവന് പ്രായമായിരുന്നു, ഭാര്യ വന്ധ്യയായിരുന്നു. എന്നിട്ടും അവൻ ദൈവത്തെ ചോദ്യം ചെയ്തില്ല. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് അവൻ നോക്കി. തൻ്റെ അസാധ്യതകളിലേക്കല്ല, ദൈവത്തിൻ്റെ സാധ്യതകളിലേക്ക് നോക്കിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ കരം പിടിക്കുക. ദൈവത്തിൻ്റെ കരം പിടിച്ച് അബ്രാഹം യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ യാത്രയിലുടനീളം ദൈവം അവനെ സംരക്ഷിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 12 മുതലുള്ള അധ്യായങ്ങളിൽ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുൻപിൽ അസാധ്യതകൾ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ കരം പിടിച്ച് ആ അസാധ്യതകളിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായാൽ, ദൈവത്തിൻ്റെ കരമാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, അവൻ സർവശക്തനാണെന്നുള്ള ബോധ്യത്തോടെ നിന്റെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറായാൽ ദൈവം നിന്നെ അവിടെ അനുഗ്രഹിച്ചുയർത്തും. അവിടെ നിനക്ക് ദൈവം സംരക്ഷണം നൽകും. നിന്റെ കൃഷിയിടങ്ങളിലേക്ക് അനുദിനം നീ ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് വേണം നീ ഇറങ്ങാനായിട്ട്. ഒരുപക്ഷെ അസാധ്യതകളായിരിക്കാം നിന്റെ കൃഷിയിടങ്ങളിൽ നീ കാണുന്നത്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നീ ഒരു ബിസിനസ്സിന് പോകുമ്പോൾ, നീ ജോലിക്ക് പോകുമ്പോൾ, നീ പഠിക്കാൻ പോകുമ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ച് നീ ഇറങ്ങ്. ഒരുപക്ഷെ നീ ഇറങ്ങുന്ന വഴികൾ നിനക്ക് അജ്ഞാതമായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ നടത്തും. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് നീ ഇറങ്ങുന്നത് എങ്കിൽ പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു വഴിയിലേക്കും ഇറങ്ങാനായിട്ട് പാടില്ല. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നീ ഇറങ്ങിയാൽ ദൈവം നിന്റെ കരം പിടിക്കും, ദൈവം നിന്നെ സംരക്ഷിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അബ്രാഹം കാനാനിൽ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ സുന്ദരിയായിരുന്നതുകൊണ്ട് ഫറവോ അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ദൈവം ഫറവോയെ പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ച് അബ്രാഹം ഇറങ്ങിയപ്പോൾ അബ്രാഹത്തിനെ ദൈവം സംരക്ഷിക്കുക. അവൻ്റെ ശക്തിയില്ലായ്മയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ മറ്റുള്ളവരാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവാം. ഒരുപക്ഷെ തിന്മ നമ്മളെ പീഡിപ്പിക്കും, ദാരിദ്ര്യം നമ്മെ പീഡിപ്പിക്കും, കടങ്ങൾ നമ്മെ പീഡിപ്പിക്കും, രോഗങ്ങൾ നമ്മെ പീഡിപ്പിക്കും, ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മെ പീഡിപ്പിക്കും. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമ്മെ പീഡിപ്പിക്കുന്നവരെ ദൈവം നമ്മിൽ നിന്ന് അകറ്റും. അവരിൽ നിന്ന് ദൈവം
നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ മക്കൾക്കെതിരെ വരുന്ന, നമ്മുടെ കുടുംബത്തിനെതിരെ വരുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവം പോരാടുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അബ്രാഹത്തിന് വേണ്ടി ദൈവം പോരാടുകയാണ്. അതുകൊണ്ടല്ലേ അവൻ ഫറവോയെ പീഡിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ദൈവം നിനക്ക് വേണ്ടി പോരാടും. നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തയോടെ നിന്നാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീ ജീവിത വഴികളിലേക്ക് ഇറങ്ങിയാൽ, നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളും നിന്റെ ജീവിത പങ്കാളിയും ജോലിക്കോ പഠനത്തിനോ ആയിട്ട് പോകുമ്പോൾ നീ കുടുംബത്തിലിരുന്ന് മക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പ്, നിന്റെ മക്കളെ, നിന്റെ ജീവിത പങ്കാളിയെ ദൈവം സംരക്ഷിക്കും. നീ എവിടെ പോയാലും നിന്റെ കുടുംബത്തെ ഓർത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഓർത്ത് ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസംരക്ഷണം യാഥാർത്ഥ്യമാകും. നിനക്ക് വേണ്ടിയിട്ട് ദൈവം പോരാടുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എപ്പോഴും പ്രാർത്ഥന ഉള്ളിലുണ്ടായിരിക്കും. അത് വിശ്വാസത്തോടെ ആയിരിക്കണം. സാഹചര്യങ്ങൾ എതിരായിട്ട് നിൽക്കുമ്പോൾ പോലും ആ സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് നന്മ നൽകാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പിൽ നിരന്തരമായ ഒരു പ്രാർത്ഥനയോടെ നടന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് സംരക്ഷിക്കുമെന്നുള്ള ബോധ്യവും ഉറപ്പും സ്വീകരിച്ചു കൊള്ളുക. ദൈവ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും അബ്രാഹത്തിൻ്റെ സഹോദരനായ ലോത്ത് അവനെ പിരിഞ്ഞപ്പോൾ അവന് ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോവുകയാണ്. അബ്രാഹത്തിന് അത്ര ഫലഭൂയിഷ്ടമായ സ്ഥലമല്ല ലഭിച്ചത്. എന്നാൽ ദൈവം അവൻ്റെ സ്ഥലത്തെ അനുഗ്രഹിച്ച് ഫലഭൂയിഷ്ടമാക്കുകയാണ്. ദൈവം അവനെ കൈവിടുന്നില്ല. ദൈവത്തിൻ്റെ കരം പിടിക്കുന്നവനെ ദൈവം കൈവിടില്ല. ഈ ലോകത്തിലല്ല നീ കരം പിടിക്കേണ്ടത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ കരമല്ല നീ പിടിക്കേണ്ടത്. നീ ദൈവത്തിൻ്റെ കരം പിടിക്കുക. ദൈവത്തോട് ചേർന്ന് നീ ജീവിക്കുക. അപ്പോൾ ദൈവം നിന്റെ കരം പിടിച്ച് നിന്റെ ജീവിതത്തെ ഉയർത്തും. നീ ചെയ്യുന്ന അധ്വാനങ്ങളെല്ലാം ഫലഭൂയിഷ്ടമാക്കും. നിന്റെ പഠനങ്ങളിൽ വിജയം നൽകും. നിന്റെ ഇൻ്റർവ്യൂകളിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിനക്ക് വേണ്ടി പോരാടും, നിനക്ക് വേണ്ടി അധ്വാനിക്കും. അത് ഉറപ്പാണ് എന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരം പിടിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ബോധ്യമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ കരങ്ങൾ എപ്പോഴും രക്ഷിക്കാനുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കരം അത് കുറുകിപ്പോകാത്ത കരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോളം നീട്ടപ്പെടുന്ന കരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം പഠിപ്പിക്കുന്നില്ലേ? എൻ്റെ കരം നിങ്ങളെ രക്ഷിക്കാനാവാത്ത വിധത്തിൽ കുറുകിപ്പോയിട്ടില്ല എന്ന്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, ആ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെങ്കിലും അത്രത്തോളം നീളുന്ന കരമാണ് ദൈവത്തിൻ്റെ കരം. ആ കരം നീട്ടി നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ ദൈവം സംരക്ഷിക്കും, ദൈവം രക്ഷിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, അങ്ങയുടെ സംരക്ഷണം യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആ ഉറപ്പിൽ ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളെയും, ഞങ്ങൾ പോകുന്ന വഴികളെ അവിടുന്ന് ആശീർവദിച്ച് സംരക്ഷണം നൽകണമേ. ആമേൻ.